ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സാധാരണ സിനിമകൾക്കൊക്കെ ഹൈപ്പ് ഉണ്ടാവുക സിനിമ ഇറങ്ങുന്നേക്കാൾ മുമ്പ് ഇതിലെ ഡയറക്ടർ, ഇതിലെ നടന്മാർ, സ്റ്റാർ കാസ്റ്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ LCU പടമാണോ അല്ലെങ്കിൽ എമ്പുരാൻ, അങ്ങനത്തെ പടങ്ങൾക്ക് വരുന്ന ഹൈപ്പ് നമ്മളിങ്ങനെ ഓക്കെ ഇത്രയും നല്ലൊരു പടമാണെന്ന് പ്രതീക്ഷിച്ച് പോയി കാണുന്നതും സിനിമ ഇറങ്ങിയതിന് ശേഷം വരുന്ന ഹൈപ്പും ഡിഫറൻസ് ആണ്. സിനിമ ഇറങ്ങിയതിന് ശേഷം മൗത്ത് പബ്ലിസിറ്റി വഴി കിട്ടുന്ന ഒരു ഹൈപ്പ് ഉണ്ട്, അത് വേറെ സംഭവം തന്നെ. ഞാനത് പറയാൻ പോകുന്നത് നമ്മുടെ എക്കോ പടത്തിനെ കുറിച്ചാണ്. ഈ സിനിമ ഇറങ്ങുന്നതിനേക്കാൾ മുമ്പുള്ള ഹൈപ്പ് അല്ല മക്കളെ, സിനിമ ഇറങ്ങിയതിന് ശേഷം ഇതിന് കിട്ടുന്ന പോസിറ്റീവ് റെസ്പോൺസ് അപ്പാരമാണ്. ആൻഡ് അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം. ഈ പടത്തിന്റെ റിവ്യൂ എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങൾക്ക് പല അഭിപ്രായം വരാം, ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കുറച്ച് ദേഷ്യം വരാം. അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് തോന്നിയ കമന്റ് താഴെട്ടോ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പടം നമ്മുടെ കിഷ്കിന്ധം കാന്തൻ ടീമിന്റെ ഒരു രണ്ടാമത്തെ പടമോ അല്ലെങ്കിൽ അവരുടെ മൂന്നാമത്തെ പടം എന്തോ ആണ്. ഇതിലെ കാസ്റ്റ് നരൻ, വിനീതേട്ടൻ, സന്ദീപ്, പിന്നെ നമ്മുടെ ഒരു മലേഷ്യക്കാരിയാണോ അറിയില്ല, ഒരു നായികയുണ്ട്, ഒരു സ്ത്രീയുണ്ട്, കിട്ടിലൻ. ഇതിലെല്ലാ കാസ്റ്റും കിട്ടിലനാണ്. നമുക്ക് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കാം. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ടോപ്പ് നോച്ച്, കിട്ടിലൻ. ആൻഡ് ഈ സിനിമയുടെ എനിക്ക് ഫീൽ ആയ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിന്റെ ഈ പടം തരുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇവിടെ എന്താ നടക്കുന്നത്, എന്ത് കോപ്പ ഈ പടത്തിൽ നടക്കുന്നുണ്ട്, ഒരു ക്യൂരിയോസിറ്റി. ആ ഒരു ക്യൂരിയോസിറ്റിയാണ് സിനിമയുടെ അവസാനം വരെ കൊണ്ടുവന്നത്. ആൻഡ് അവസാനം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരും, പടം കഴിയും കഥ. ആൻഡ് ഇതൊരു മാസ്റ്റർ ക്ലാസ് മൂവിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പോൾ ഈ വരുന്ന പോസിറ്റീവ് റെസ്പോൺസ് എല്ലാം ചിലപ്പോൾ യൂത്തിൻ്റെ ആയിരിക്കും, എനിക്ക് അങ്ങനെ തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ഒരു 30 above, 40 above, 50 above ഈ സ്പൂൺ ഫീഡിങ്, എല്ലാ സിനിമേൻ്റെ എല്ലാ കഥകളൊക്കെ വ്യക്തമായി മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എടുത്തു കൊടുക്കുന്ന സിനിമകൾ കണ്ട് ശീലിച്ച പ്രേക്ഷകർക്ക് ഈ സിനിമ വർക്കൗട്ട് ആവാൻ സാധ്യത വളരെ കുറവാണ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഫാദറിനൊക്കെ ഈ സിനിമ കാണുമ്പോൾ ഹി വോണ്ട് ലൈക്ക് ഇറ്റ്. അതാണ് അവസ്ഥ. ഈ സിനിമ അടിപൊളി പടമാണ്, പക്ഷേ ഇത് എല്ലാവർക്കും വർക്കൗട്ട് ആവാൻ സാധ്യത ഇല്ല. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, വിലായത്തെ പുത്ത രാജുവേട്ടൻ്റെ പുതിയ പടം, ആ പടം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ പടം ഭയങ്കര നല്ല പടമായതുകൊണ്ട് ഇതിന് കിട്ടുന്നൊരു ഹൈ വേറെയാണ്. ആൻഡ് ഇതിൻ്റെ ക്ലൈമാക്സ് തീർന്നൊരു ഒരു ത്രില്ലുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സിനിമയുടെ വേറൊരു പ്രത്യേകത ഞാൻ പറഞ്ഞു, ക്യൂരിയോസിറ്റി അല്ലാതെ ഒരു ട്വിസ്റ്റ്, പിന്നെ ഒരു ട്വിസ്റ്റ്, പിന്നെ എന്താ നടക്കുന്നത്, പിന്നെ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ്. മൂവി അവിടെ തീരുന്നു. നിങ്ങൾ പടം തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യൂ. നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായത്തായ കമൻറ്റ് ചെയ്യൂ. ഇതിന് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഓവർ എക്സ്പെക്ടേഷൻ വെച്ച് പോയാൽ വർക്കൗട്ട് ആവില്ല. ഇത് കിഷ്കിന്ധം കാന്തൻ മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, 100% ധൈര്യമായിട്ട് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാം. ചിലവർക്കൊക്കെ പടം ബോറടിക്കാം, ചിലവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ആൻഡ് ഇറ്റ്സ് അപ് ടു യു ഗൈസ്. സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് ഞാൻ പറയില്ല, നമുക്ക് വേണമെങ്കിൽ OTT ഇറങ്ങുമ്പോൾ കാണാം. ആൻഡ് ദിസ് മൂവി സൂപ്പർ. ആൻഡ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായത്തായി കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ വാട്ടർ നിങ്ങൾ ഇഷ്ടം പോലെ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.